നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകളടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കവിതയുടെ പേര് നിർവൃതി. നമ്മുടെ മനസ്സ് എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കും. ചിന്തകളുടെ ലോകത്തും സ്വപ്നങ്ങളുടെ ലോകത്തും ജീവിതത്തിൻ്റെ ലോകത്തുമെല്ലാം മിന്നിമറയുന്നത് മനസ്സിൻ്റെ തോന്നലുകളാണ്. മനസ്സിൽ വന്നു പതിക്കുന്ന പ്രതിബിംബങ്ങൾ ചിലപ്പോൾ ഒരിക്കലും മായാത്തതായിരിക്കും. വൈക്കത്തഷ്ടമിയും തൃശ്ശൂർ പൂരവും വടക്കുംനാഥ ക്ഷേത്രത്തിലെ ദർശനവും പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരുപാട് സൗന്ദര്യ സങ്കല്പങ്ങൾ, അത് സ്വപ്നമോ മിഥ്യയോ എന്നൊന്നും പറയാവതല്ല. പക്ഷേ അത് അനുഭവിച്ചറിയേണ്ടതാണ്. നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ അതെങ്ങനെയാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുക? എൻ്റെ ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞ കുറച്ച് നിമിഷങ്ങൾ, ആ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം മിന്നി മറയുന്നത്. ചെറുപ്പത്തിൻ്റെ തിളപ്പിൽ, രക്തത്തിളപ്പിൽ സങ്കല്പങ്ങളുടെ ഒരു മാസ്മരിക ലോകം തന്നെ പടുത്തുയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സിനിമകളുടെ അന്നത്തെ ഏറ്റവും വലിയ ഹരമാണ് സിനിമകൾ കാണുക എന്നത്. സിനിമകളുടെ പിന്നാമ്പുറങ്ങൾ ഒന്നും അറിയാതെ മദ്രാസിൽ ചെന്നിറങ്ങിയതും മാസങ്ങളോളം അവിടെ കഴിഞ്ഞതും മടങ്ങി വന്നതും ഒടുവിൽ ഒരു മഹാനടൻ ആവണം എന്നുള്ള ആഗ്രഹം ഒരു നടൻ പോലും ആയില്ല എന്നത് വേറൊരു കാര്യം. 4-5 ഹ്രസ്വചിത്രങ്ങളിലും 1-2 സിനിമകളിലും 1-2 ഡോക്യുമെൻ്ററികളിലും ഒക്കെ ഈ മുഖം മിന്നി മറഞ്ഞെങ്കിലും അതിലൊന്നും ഒട്ടും നിരാശയില്ലാത്ത ഒരു വ്യക്തിയാണ് ഇന്ന് ഞാൻ. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന് അർത്ഥമില്ലല്ലോ. അപ്പോൾ നിരാശതയോ അങ്ങനെയൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. പക്ഷേ ദൈവം എന്നുള്ളൊരു ശക്തി ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സിന് ഏറ്റവും സന്തോഷം തന്ന നിമിഷങ്ങളിലൊന്നാണ് ഞാൻ 2 സീനിൽ മിന്നി മറഞ്ഞ MTയുടെ തിരക്കഥയിൽ പ്രതാപപുത്രൻ സംവിധാനം ചെയ്ത ഋതുഭേദം എന്ന ചിത്രത്തിലെ 2 സീൻ. അതിന് കിട്ടിയ പ്രതിഫലം 1 രൂപയാണെങ്കിലും അതൊരു വലിയൊരു അനുഭവമാണല്ലോ. ആ അനുഭവത്തിലൂടെയാണ് സിനിമ എന്നുള്ള മാധ്യമത്തെക്കുറിച്ച് ഞാൻ അറിയുന്നതും കൂടുതലും മനസ്സിലാക്കുന്നതും. ഞാൻ മുമ്പൊരിക്കൽ ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും സന്തോഷത്തിൻ്റെ അനിർവചനീയമായൊരു നിമിഷമായിരുന്നു അത്. എൻ്റെ വിവാഹ ദിവസം, വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ ദൂരദർശനിൽ ഋതുഭേദം ടെലികാസ്റ്റ് ചെയ്യുകയാണ്. അന്ന് പങ്കെടുത്ത ആയിരങ്ങൾ, 4000-ഓളം പേർ പങ്കെടുത്തിരുന്നു ആ വിവാഹത്തിന്. അന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക് ഋതുഭേദം എന്ന സിനിമ TV സ്ക്രീനിലൂടെ മിന്നി മറയുമ്പോൾ ഞാനും ഒരു മിന്നൽ പിണർ പോലെ കടന്നുപോയി. പലരും കണ്ടു, പലരും വിളിച്ചു പറഞ്ഞു. ആ വാക്കുകൾ എന്നിലുണ്ടാക്കിയ നിർവൃതി അനിർവചനീയമാണ്. അപ്പോൾ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും എല്ലാം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കണികയായി പോലും നിലനിൽക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു അനുഭവമാണ് എന്നാണ് എൻ്റെ പക്ഷം. ഇന്നും കാലം 10-30 വർഷം കഴിഞ്ഞിരിക്കുന്നുവെങ്കിലും ആ മധുരമുള്ള ഓർമ്മ ഇന്നും നമ്മെ എന്നും തൊട്ടു തലോടി കടന്നു പോകുന്നുണ്ട്, ഒരു കാറ്റ് പോലെ. അതുപോലെയാണ് ജീവിതത്തിലെ ഉത്സവങ്ങളും
ആറാട്ടുകളും അനുഭവങ്ങളുമെല്ലാം നമ്മുടെ മനസ്സിൽ ദ്യോതിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ അനിർവചനീയമാണ്. അങ്ങനെ എൻ്റെ മനസ്സിൽ രൂപം കൊണ്ടൊരു കവിതയാണ് നിർവൃതി. അതിലെ ചില വരികൾ ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കാം. കരഞ്ഞു തളർന്ന മനസ്സിൽ സ്വാന്തനത്തിൻ്റെ സ്പർശമേറ്റു. കരഞ്ഞു തളർന്ന മനസ്സിൽ സാന്ത്വനത്തിൻ്റെ സ്പർശമേറ്റു. എങ്ങു നിന്നോ വന്നെന്നെ തഴുകിയ കാറ്റിന് മുല്ലപ്പൂവിൻ ഗന്ധം. എങ്ങു നിന്നോ വന്നെത്തി തഴുകിയ കാറ്റിന് മുല്ലപ്പൂവിൻ ഗന്ധം. കരഞ്ഞു തളർന്ന മനസ്സിൽ സാന്ത്വനത്തിൻ്റെ സ്പർശമേറ്റു. എങ്ങു നിന്നോ വന്നെന്നെ തഴുകിയ കാറ്റിന് മുല്ലപ്പൂവിൻ ഗന്ധം. അകതാരിൽ ജനിക്കുന്നു 100,000 വർണ്ണങ്ങൾ. അകതാരിൽ ജനിക്കുന്നു 100,000 വർണ്ണങ്ങൾ. ആലുവാ മണൽപ്പുറത്തെ ശിവേലി ബിംബത്തിൽ തെളിയുന്നു പ്രകാശധാര, മനസ്സിൽ പ്രഭ ചൊരിയുന്നു. ആലുവാ മണൽപ്പുറത്തെ ശിവേലി ബിംബത്തിൽ തെളിയുന്നു പ്രകാശധാര, മനസ്സിൽ പ്രഭ ചൊരിയുന്നു. കരഞ്ഞു തളർന്ന മനസ്സിൽ സാന്ത്വനത്തിൻ്റെ സ്പർശമേറ്റു. എങ്ങു നിന്നോ വന്നെന്നെ തഴുകിയ കാറ്റിന് മുല്ലപ്പൂവിൻ ഗന്ധം. തുടർന്നുള്ള വരികളും അതിൻ്റെ ദൃശ്യങ്ങളും നിങ്ങൾ കാണുക, കണ്ടാസ്വദിക്കുക. ഇത്തരുണത്തിൽ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അടുത്ത ഒരു കവിതയോടുകൂടി ഈ സംരംഭം അവസാനിക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. 9 മാസത്തെ കഠിനമായ പ്രയത്നങ്ങളിലൂടെ 101 എപ്പിസോഡുകൾ സ്പാർക്ക് മീഡിയയിലൂടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഒരു വലിയ സന്തോഷത്തിന് കാരണഭൂതമായി എന്ന് വേണം പറയാൻ. അടുത്ത ഒരു എപ്പിസോഡോടുകൂടി ഇത് അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ ചിന്തകളും എല്ലാം ഈ ചാനലിൽ എഴുതി ചേർക്കുക. ഈ പ്രയത്നത്തിന് മുന്നിൽ, ഇത് ആസ്വദിച്ച ജനങ്ങൾക്ക് മുന്നിൽ, കവിതാ സഹോദരരുടെ മുന്നിൽ, എഴുത്തിനെ സ്നേഹിക്കുന്ന എഴുത്തുകാരുടെ മുന്നിൽ നല്ലത് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. കരഞ്ഞു തളർന്ന മനസ്സിൽ സാന്ത്വനത്തിൻ്റെ സ്പർശമേറ്റു. കരഞ്ഞു തളർന്ന മനസ്സിൽ സാന്ത്വനത്തിൻ്റെ സ്പർശമേറ്റു. എങ്ങു നിന്നോ വന്നെന്നെ തഴുകിയ കാറ്റിനും മുല്ലപ്പൂവിൻ ഗന്ധം. എങ്ങു നിന്നോ വന്നെന്നെ തഴുകിയ കാറ്റിന് മുല്ലപ്പൂവിൻ ഗന്ധം. അകതാരിൽ ജനിക്കുന്നു 100,000 വർണ്ണങ്ങൾ. അകതാരിൽ ജനിക്കുന്നു 100,000 വർണ്ണങ്ങൾ. ആലുവാ മണൽപ്പുറത്തെ ശിവേലി ബിംബത്തിൽ തെളിയുന്ന പ്രകാശധാര, മനസ്സിൽ പ്രഭ ചൊരിയുന്നു. ആലുവാ മണൽപ്പുറത്തെ ശിവേലി ബിംബത്തിൽ തെളിയുന്ന പ്രകാശധാര, മനസ്സിൽ പ്രഭ ചൊരിയുന്നു. കരഞ്ഞു തളർന്ന മനസ്സിൽ സാന്ത്വനത്തിൻ്റെ സ്പർശമേറ്റു. എങ്ങു നിന്നോ വന്നെന്നെ തഴുകിയ കാറ്റിന് മുല്ലപ്പൂവിൻ ഗന്ധം.
അകതാരിൽ ജനിക്കുന്നു 100,000 വർണ്ണങ്ങൾ. ആലുവാ മണൽപ്പുറത്തെ ശിവേലി ബിംബത്തിൽ തെളിയുന്ന പ്രകാശധാരയിൽ മനസ്സിൽ പ്രഭ ചൊരിയുന്നു. വശ്യമോഹനമീ ദീപക്കാഴ്ചയെന്ന് മനസ്സിൽ തോന്നിയ നിമിഷങ്ങൾ. വശ്യമോഹനമീ ദീപക്കാഴ്ചയെന്ന് മനസ്സിൽ തോന്നിയ നിമിഷങ്ങൾ. കാലാന്തരത്തിൽ കനിവിനായി കൈകൂപ്പുമ്പോൾ നിറയുന്നീ കാഴ്ചകൾ നിർവൃതിയോടെ പലവട്ടം. കാലാന്തരത്തിൽ കനിവിനായി കൈകൂപ്പുമ്പോൾ നിറയുന്നീ കാഴ്ചകൾ നിർവൃതിയോടെ പലവട്ടം. ജീവിതം തന്ന നിസ്തുല ബിംബം പോൽ തെളിയുന്നു അനുഭവങ്ങൾ. ജീവിതം തന്ന നിസ്തുല ബിംബം പോൽ തെളിയുന്നു അനുഭവങ്ങൾ. അനുഭവങ്ങളിൽ ആറ്റിക്കുറുക്കിയെടുക്കുന്നു ജന്മനൈവേദ്യം. അനുഭവങ്ങളിൽ ആറ്റിക്കുറുക്കിയെടുക്കുന്നു ജന്മനൈവേദ്യം. തൊഴുന്നു ഞാൻ ഈ ഭൂമിയെ വീണ്ടും വീണ്ടും. തൊഴുന്നു ഞാൻ ഈ ഭൂമിയെ വീണ്ടും വീണ്ടും. ജന്മം തന്ന അമ്മയെയും കാരണഭൂതനായ അച്ഛനെയും കാലുറച്ചു നിൽക്കാൻ ഈ ഭൂമിയെയും നിർവൃതിയോടെ സ്മരിപ്പു ഞാൻ. തൊഴുന്നു ഞാൻ ഈ ഭൂമിയെ വീണ്ടും വീണ്ടും. ജന്മം തന്ന അമ്മയെയും കാരണഭൂതനായ അച്ഛനെയും കാലുറച്ചു നിൽക്കാൻ ഈ ഭൂമിയെയും നിർവൃതിയോടെ സ്മരിപ്പു ഞാൻ. കരഞ്ഞു തളർന്ന മനസ്സിൽ സാന്ത്വനത്തിൻ്റെ സ്പർശമേറ്റു. കരഞ്ഞു തളർന്ന മനസ്സിൽ സാന്ത്വനത്തിൻ്റെ സ്പർശമേറ്റു. എങ്ങു നിന്നോ വന്നെന്നെ തഴുകിയ കാറ്റിന് മുല്ലപ്പൂവിൻ ഗന്ധം. എങ്ങു നിന്നോ വന്നെന്നെ തഴുകിയ കാറ്റിന് മുല്ലപ്പൂവിൻ ഗന്ധം. അകതാരിൽ ജനിക്കുന്നു 100,000 വർണ്ണങ്ങൾ. അകതാരിൽ ജനിക്കുന്നു 100,000 വർണ്ണങ്ങൾ. ആലുവാ മണൽപ്പുറത്ത് ശിവേലി ബിംബത്തിൽ തെളിയുന്ന പ്രകാശധാര മനസ്സിൽ പ്രഭ ചൊരിയുന്നു. വശ്യമോഹനമീ ദീപക്കാഴ്ചയെന്ന് മനസ്സിൽ തോന്നിയ നിമിഷങ്ങൾ. വശ്യമോഹനമീ ദീപക്കാഴ്ചയെന്ന് മനസ്സിൽ തോന്നിയ നിമിഷങ്ങൾ.